ഹലോ ഡിയേഴ്സ്, എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുട്ടനാടൻ കപ്പിൾ ഫ്രം ഫിൻലാൻഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കൊന്ന് പോവുകയാണ്. നമ്മൾ ഹെൽസിങ്കി വരെ ഒന്ന് പോവാണ്. അപ്പം നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മറക്കാതെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. അവിടെ ചെറിയൊരു തണുപ്പും വെയിലും എല്ലാം കൂടെ കൂടിയൊരു കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മളിതേ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. ഹക്കാണെന്നാണ് നമ്മുടെ വീട്. നല്ല ചെറിയൊരു തണുപ്പുണ്ടല്ലോ വെച്ചാ. കുഴപ്പമില്ല, അത്യാവശ്യം നമ്മുടെ കോസ്റ്റ്യൂംസ് കുഴപ്പമില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ട് പോവാം തണുപ്പിന്ന്. വേണ്ടേ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഹെൽസിങ്കി വരെ അല്ലെങ്കിൽ നമ്മുടെ ഹെൽസിങ്കി റീജിയനിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ HSLൻ്റെ ഒരു ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതേ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ യെസ്, സിംഗിൾ ടിക്കറ്റ്, AB സോൺ. യെസ്, അപ്പം ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ടിക്കറ്റ് 11:25 വരെ യൂസ് ചെയ്യാം. ഈ ടിക്കറ്റ് നമുക്ക് HSLൻ്റെ ഏത്, ഇപ്പോൾ ട്രാമ്പാട്ടെ, ട്രെയിനാട്ടെ, ബസ്, എല്ലാത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ട്രെയിൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളത് ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ പോകുന്ന ട്രെയിനിന് സൈക്കിൾ വെക്കാൻ പ്രത്യേകം കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ കമ്പാർട്ട്മെൻറ്റാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പച്ച ട്രെയിനാണ് നമ്മൾ ദൂരയാത്രയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലാണ് നമ്മൾ ഈ ദൂരയാത്ര പോകുന്നത്. നമ്മൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് എത്തിയിട്ടാണ് നമ്മൾ ഹെൽസിങ്കി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അല്ലേ ഇന്ന്. CDS ദേ ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഫിൻലാൻഡിലെ ജനങ്ങളെല്ലാം ഭയങ്കര ഡിസിപ്ലിൻ ആണെന്നുള്ളതിനുള്ളൊരു എക്സാമ്പിളാട്ടോ. എല്ലാവരും ദേ ഒരേ ഡയറക്ഷനിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തിനാണെന്നറിയാവോ? എന്താണ്, ആളിൻ്റെ ചിഹ്നം ഒന്ന് ഗ്രീൻ കളർ ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നടന്നു പോകാനുള്ള ഒരു സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമുക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. നമ്മളിതേ ട്രാമ്പ് കയറാൻ വേണ്ടിയിട്ട് ട്രാമ്പിൻ്റെ സ്റ്റേഷനിലേക്ക് പോവുക കേട്ടോ. നമുക്ക് പോകാനുള്ള ട്രാമ്പ് വന്നിട്ടുണ്ട്. നമ്മളിതിൽ കയറുന്നു. അപ്പോൾ ഇതേ നമ്മുടെ ട്രാമ്പ് പോകുന്ന വഴിയിലെടുത്ത കുറച്ച് വീഡിയോസാണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാമേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽസിങ്കിയിലെ കത്തോലിക്ക ചർച്ച്, സെൻറ്റ് ഹെൻറീസ് ചർച്ച്. അപ്പോൾ ഇന്നിവിടെ നമുക്കൊരു മലയാളം കുർബാന ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൂടെ കൂടാമെന്നുള്ളൊരു കണക്കൂട്ടലിലാണ് നമ്മൾ വന്നത്. ഇതാണ് നമ്മുടെ മനോഹരമായ പള്ളി. നമ്മുടെ ഹെൽസിങ്കിയിൽ 2 കത്തോലിക് ചർച്ചേ ഉള്ളൂ, അതിലൊരെണ്ണമാണ് ഇത്. അപ്പം നമ്മൾ കുർബാനയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു കടലുണ്ട്. ആ കടൽ കാണാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പിക്നിക്ക് മോഡലിൽ നമ്മൾ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് എന്താണല്ലോ ഓഫല്ലേ, 2 പേർക്കും ഓഫാണ്. അപ്പം ഒന്ന് പുറത്തൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ് മെയിനായിട്ടും ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം കേട്ടോ.
അപ്പോൾ ഇച്ചു എന്തോ നല്ല കാര്യമായിട്ട് കണ്ടിട്ടുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്. ആദ്യത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും താണ്ട് അടിപൊളി ഒരു ജെല്ലി ഫിഷ് നിൽക്കുന്നു. നല്ല രസമുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ വേറൊരെണ്ണം കൂടെ നിൽപ്പുണ്ട്. നല്ല പിങ്ക് കളറൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിനെ കാണുന്നത്. ഇനിയിപ്പോൾ ഇത് ജെല്ലി ഫിഷ് ആണോ എന്നറിയത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയാ, വിശപ്പിന് വല്ലതും കഴിച്ചാലോ? രാവിലെ ഇറങ്ങിയതല്ലേ, നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല ഏതെങ്കിലും ഒരു സ്ഥലം നോക്കി അവിടെ പോയിരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ജെല്ലി ഫിഷ് ഉണ്ടല്ലേ, ഈ താറാവ് നമ്മുടെ കൂടെ വരുവാന്ന് തോന്നുന്നു കേട്ടോ. അവൻ ഹലോ, ഫുഡ് കഴിക്കാം, വാ ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ അങ്ങ് ഓടി വരുമല്ലോ. അപ്പോൾ അതെ, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും കുറേ വള്ളങ്ങളാണെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയോ എന്തോ മത്സരമോ എന്തോ കാര്യങ്ങളോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കടലിൽ. അപ്പോൾ അതേ അവരെല്ലാവരും ഒരേ വശത്തേക്ക് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഇത് ഫുള്ള് ഓരോരുത്തരുടെ പേഴ്സണൽ ബോട്ട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു അടിപൊളി സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ഹേയ് ഹലോ, എക്സ്ക്യൂസ് മീ, ഇവിടെ കഴിക്കാമോ? നല്ലൊരു വൈബുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാം. എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് അത് മുഴുവൻ തിന്നുവാണോ? അത് കൊള്ളാം. എനിക്ക് വല്ലതും വെച്ചേക്കണേ. ഈ ചതി ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. എനിക്കതാ അങ്ങനത്തെ കൊച്ചു കള്ളാൻ ഒരു ചിയേഴ്സ് പോലും പറയാതെ ഇവിടുത്തെ എനർജി ഡ്രിങ്ക്, ലോങ് ഡ്രിങ്ക് വാങ്ങിച്ച്, ലോങ് കര അത് വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക. ഞാനിതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി അത് മുഴുവൻ കുടിച്ച് തീർക്കുന്ന ലക്ഷണം കാണുന്നുണ്ട്. പെട്ടെന്ന് നിർത്തിയിട്ട് പോകണം, ഇല്ലെന്നുണ്ടെങ്കിൽ കിട്ടിയില്ലെങ്കിലോ. ഏതായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു ആകാശം കാണാനായിട്ട്. എന്ത് രസമാണ് കാണാനായിട്ട്. ഹലോ സാറേ, തീർക്കല്ലേ, നിർത്ത്, ഞാനും വരുന്നു. അങ്ങനെ നല്ല കുടിച്ചും കഴിച്ചും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കത്തീഡ്രൽ പള്ളിയിൽ എവിടോട്ട് പോവുകയാണേ. അപ്പോൾ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എടുത്ത വീഡിയോസാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. നമുക്ക് ഷിപ്പ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഹെൽസിങ്കിയുടെ രസകരമായ ഓരോരോ കാഴ്ചകൾ ഈ ട്രാവൽ പോകുമ്പോൾ തന്നെ നമുക്ക് ഫുള്ളേ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ആ വീഡിയോസ് എല്ലാമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്താണോ ഇന്ന് കണ്ടത് സെയിം സാധനം തന്നെ നിങ്ങളും കാണുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഫുള്ള് വരെ. ആ കാണുന്നതാണ് കത്തീഡ്രൽ പള്ളി. അങ്ങ് അവിടെ ഒരു ഗ്രീൻ കളറിൽ കാണുന്നതാണ്, ഗ്രീനും വൈറ്റും കളറിൽ കാണുന്നതാണ് കത്തീഡ്രൽ പള്ളി. അപ്പോൾ ഈ ട്രാമ്പ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റി സെൻറ്റർ ഫുള്ള് ചുറ്റിയാണ് ഈ ട്രാമ്പ് പോകുന്നത്. ഓപ്പോസിറ്റ് കാണുന്നതും ഒരു ചർച്ച് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കത്തീഡ്രൽ പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തോ പരിപാടി ഇന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്നാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ഓടിച്ചു വിട്ട് പരിപാടി എന്നാന്ന് കണ്ട് ആ വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ചെന്നപ്പം അവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം ടു ദി ഇൻ്റർനാഷണൽ ഗ്രാൻഡ് മാർക്കറ്റ് എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇൻ്റർനാഷണൽ ഫുഡ്സ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു മാർക്കറ്റ് ആയിരിക്കാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് കണ്ടപ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഈ പ്രോഗ്രാമിന് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവിടെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും, നിറയെ ആൾക്കാരുണ്ട്. അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്നും കഴിച്ചു നോക്കിയില്ല. ഞാൻ ആകെപ്പാടെ നമ്മുടെ ജിലേബി പോലിരിക്കുന്നൊരു സ്വീറ്റ് ഉണ്ടായിരുന്നു ഒരു ഷോപ്പിൽ. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്തു, നമുക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ ഇച്ചനോട് പറഞ്ഞു എനിക്ക് ഫുഡൊന്നും വേണ്ട എന്ന് പറഞ്ഞു. നോക്ക് എന്ത് രസമായിരുന്നു എന്നറിയാവോ. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ, പിന്നെ കുറേയും കാര്യങ്ങൾ, നല്ല രസമായിരുന്നു കാണാനായിട്ട്. ചുരുക്കി പറഞ്ഞാൽ
ഞാനിങ്ങനെ ഓടി നടന്ന് വിരകി നടന്ന് എല്ലാം കാണുമായിരുന്നു. പക്ഷെ ഒന്നും വാങ്ങാനോ ഒന്നും കഴിക്കാനോ ഒന്നും തോന്നിയില്ല. ഓൾറെഡി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ടായിരിക്കാം, വിശപ്പില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ എല്ലാം ഒന്നും എനിക്കിഷ്ടമായില്ല, ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ ഓരോ രാജ്യത്തിലെ അവരുടേതായ ഫുഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടത്തുള്ളൂ. പക്ഷേ എനിക്കെന്തോ ഒന്നും രുചിച്ച് നോക്കാനുള്ളൊരു ഒരു ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. അതുകൊണ്ട് മാത്രം കഴിച്ചില്ല കേട്ടോ. പക്ഷേ കാണാൻ നല്ല രസമുണ്ടായിരുന്നു എല്ലാം, ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ. നമ്മൾ അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കുമാണ് എന്തോ ഒരു സമരക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതായിട്ടൊരു ഇൻഫോർമേഷൻ കിട്ടിയത്. ദേ അവിടെ നമ്മുടെ 2 പോലീസുകാർ അവിടെ നിൽപ്പുണ്ട്. വേറെ ഒരു പോലീസ് ജീപ്പ് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ദേ മക്കളെ, വലിയൊരു ജാഥ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് എന്തിൻ്റെ പേരിലാണ് ഈ ജാഥ നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ കാണുന്നു, വീഡിയോ എടുക്കുന്നു, നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു, നിങ്ങളെ അറിയിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നില്ല കേട്ടോ. ഭയങ്കര വിളിച്ചു കൂവി ഭയങ്കര ബഹളം വെച്ചിട്ടൊക്കെയാണ് ഇത് നടന്നത്, സൈലൻ്റ് ആയിട്ടൊന്നുമല്ല. ഹായ് ഡിയേഴ്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.